ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ ഹിന്ദി വെർഷൻ GCC റിലീസിനൊരുങ്ങിയാണ്. ജനുവരി 1 സിനിമ ഹിന്ദിയിൽ, അതായത് GCC ഏരിയയിൽ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഹിന്ദി മേഖലയിൽ ഹിന്ദി വെർഷന് വലിയ ഡിമാൻഡാണ്. ഇന്ത്യയിൽ അടുത്ത ആഴ്ചയോടുകൂടി 500-ന് മുകളിലുള്ള ഷോകളെത്തും. ഒരു പക്ഷേ 1000-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ പ്രകടനം വെച്ച് വിലയിരുത്തുന്നത്. ശനി ഞായറിൽ നിന്ന് മാത്രമായി സിനിമ 1 കോടിക്ക് മുകളിലേക്ക് തൂക്കുന്ന ലക്ഷണങ്ങളുമാണ് കണ്ടുവരുന്നത്. തെലുങ്കിലും മറ്റൊരു റിലീസ് ഉറപ്പിക്കുകയാണ്. തെലുങ്ക് വെർഷൻ ഇറങ്ങുന്നത് ജനുവരി 1-നാണ്. അതുകൂടി ആകുമ്പോഴത്തേക്ക് സിനിമ സിമ്പിളായിട്ട് 100 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതിന് സംശയങ്ങളില്ല. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. തമിഴ് വെർഷൻ എന്നിറങ്ങും എന്നുള്ള ചോദ്യം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു മോഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഒന്ന് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് അപേക്ഷിക്കുന്നു. എത്രയും നന്ദിയായി അത് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും തമിഴ് പതിപ്പ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി വേറെ ഒന്നുമല്ല. ഇപ്പോഴും സിനിമയുടെ ബാക്കി എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇറങ്ങാത്തത്. ഇപ്പോൾ ഈ ഒരു സിനിമ എന്തുകൊണ്ട് ഹിന്ദിയും തെലുങ്കുമൊക്കെ നേരത്തെ ഇറങ്ങിയില്ല, ഒരുപക്ഷെ ഒരുമിച്ച് ഇറക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറില്ലേ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും പല സിനിമകളുടെയും വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ 100 കോടി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ടച്ച് ചെയ്യാത്തത് ഇങ്ങനെയുള്ള റിലീസുകൾ കൊണ്ട് തന്നെയാണ്. ഇവിടെ ഭീഷ്മപർവം എന്ന സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്ര ഗംഭീരമായി വന്ന സിനിമയാണ്. പക്ഷേ സിനിമയുടെ ന്യൂനത, സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള റിലീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. UK-യിൽ വലിയ രീതിയിൽ മലയാള സിനിമയ്ക്ക് നല്ല ശക്തിയുള്ള ഏരിയയിൽ അത് റിലീസ് ചെയ്തില്ല എന്നുള്ള കാര്യം. 89-90 കോടിയിൽ വന്ന് ആ സിനിമ നിൽക്കുന്ന കാര്യം കണ്ടു. സിമ്പിളായിട്ട് 100 കോടി കഴിയാവുന്ന അത്ര ക്വാളിറ്റി ഉള്ള ഒരു ചിത്രം. അതുതന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ വില്ലനായി നിൽക്കുന്നത് വേറെയൊന്നുമല്ല. ഇത് ഒരുമിച്ചിറക്കാനും ഒക്കെയുള്ള പ്ലാനുകൾ തന്നെ ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷേ നമുക്കിപ്പോൾ പുതിയ റൂളുകളുണ്ട്. ആ ഒരു രീതിയിൽ ഇറങ്ങി ഒരു റീജിയണൽ ലാംഗ്വേജിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതിൽ ആദ്യം വന്ന് പെട്ടിരിക്കുന്നത് മാർക്കോ തന്നെയാണ്. മാർക്കോയ്ക്ക് സെൻസറിങ്ങിൻ്റെ കാര്യങ്ങൾ ആണ് ഏറ്റവും കഷ്ടമായിട്ട് പറയാനുള്ളത്. മാർക്കോ മലയാളം തന്നെ 18 തവണയോളം സെൻസറിങ്ങിനെ വിട്ടിട്ട് അവിടുന്ന് അത്രയും പോർഷൻസ് കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന വയലൻസും ആ കട്ട് ചെയ്ത വയലൻസുമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഹിന്ദിയിലും തമിഴിലേക്കൊക്കെ വൈകാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഡെയിലി സെൻസറിങ്ങിനേക്കും അതിനകത്തിലെ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. അങ്ങനെയാണ് സിനിമ ഈ ഒരു ഡിലേയിൽ വന്നത്. എന്താണ് ജനുവരി 1 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഡിസംബർ 25 വരുമെന്നാണ്. പക്ഷേ എന്നിട്ടും ജനുവരി 1 എന്നുള്ളതാണ്. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. കാരണം ഇന്ന് ഹിന്ദിയിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് കാണിക്കുന്നത് അത് തന്നെയാണ്. ജനുവരി 1 കിട്ടിയാലും മതി, സിനിമ അമ്മാതിരി ആളിക്കൊത്തിക്കോളും. അതായത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഹിന്ദി സംസാരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ്. എന്തായാലും GCCയിലും ഹിന്ദി വെർഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു 150 കോടിക്ക് താഴേക്കുള്ള ഒരു കളക്ഷനും വരില്ല, അതിന് മുകളിലേക്കേ പോകുകയുള്ളൂ. അങ്ങനെ വൺ മാൻ ഷോയിൽ ഈ ഒരു നടൻ നമ്മുടെ ഉണ്ണി മുകുന്ദൻ അങ്ങനെ ഒരു കൊലത്തൂക്ക് തൂക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.